എല്ലാവർക്കും ഇൻസൈറ്റ് ടോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് OTT റിലീസ് ചെയ്ത സിനിമകൾ ഉൾപ്പെടെ 20 സിനിമകളുടെ അപ്ഡേറ്റുകളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇതുപോലത്തെ സിനിമാ വാർത്തകൾ ഏറ്റവും ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യത്തെ അപ്ഡേറ്റ് നീലകണ്ഠ എന്ന സിനിമയെക്കുറിച്ചാണ്. മഹേന്ദ്രൻ, നേഹ പത്താൻ എന്നിവർ കേന്ദ്ര കഥാപാത്രമായി തെലുഗു ഇൻഡസ്ട്രിയിൽ നിന്നും കഴിഞ്ഞ മാസം തിയേറ്ററുകളിലേക്ക് എത്തിയ അത്യാവശ്യം നല്ല അഭിപ്രായം നേടിയെടുത്ത സിനിമയാണ് നീലകണ്ഠ. രാകേഷ് മാധവൻ സംവിധാനം ചെയ്ത സിനിമ ആക്ഷൻ, ഡ്രാമ, ത്രില്ലർ ജോണറിലാണ് തിയേറ്ററുകളിലേക്ക് എത്തിയത്. സൺനെക്സ്റ്റ് OTT അവകാശങ്ങൾ സ്വന്തമാക്കിയ സിനിമ ഇപ്പോൾ സൺനെക്സ്റ്റ് വഴി തമിഴ്, തെലുഗു ഭാഷയിൽ സ്ട്രീമിംഗ് ആരംഭിച്ചിട്ടുണ്ട്. രൂപേഷ് ഷെട്ടി സംവിധാനം ചെയ്ത് സുനിൽ ഷെട്ടി, സുന്ദീപ് എന്നിവരൊക്കെ കേന്ദ്ര കഥാപാത്രമായി കന്നഡ ഇൻഡസ്ട്രിയിൽ നിന്ന് നേരത്തെ തിയേറ്ററുകളിലേക്ക് എത്തിയ കന്നഡ സിനിമയാണ് ജയ്. തിയേറ്ററിൽ ചിത്രത്തിന് അത്ര നല്ല അഭിപ്രായമല്ല ലഭിച്ചത്. ഇപ്പോഴത്തെ C5 വഴി സിനിമ OTT റിലീസ് ചെയ്തിട്ടുണ്ട്. ലിജോ ജോസ് ആന്റണി സംവിധാനം ചെയ്ത് ടോവിനോ തോമസ് നായകനായി വരാനിരിക്കുന്ന ഏറ്റവും പുതിയ പാൻ ഇന്ത്യൻ സിനിമയാണല്ലോ പള്ളിച്ചട്ടമ്പി. പീരിയഡ് ആക്ഷൻ ഡ്രാമ ജോണറിൽ തിയേറ്ററുകളിലേക്ക് എത്തുന്ന സിനിമയിൽ ടോവിനോയ്ക്കൊപ്പം കൈതു ലോഹർ, വിജയരാഘവൻ, സുധീർ കരമന, ബാബുരാജ് തുടങ്ങിയവരും പ്രധാന വേഷത്തിൽ എത്തുന്നുണ്ട്. 1960 കാലഘട്ടത്തെ കുടിയേറ്റ കർഷകരുടെ കഥ പറയുന്ന സിനിമയിൽ പൃഥ്വിരാജ് ക്യാമിയോ റോളിൽ എത്തുന്നുണ്ടെന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. സിനിമയുടെ ഷൂട്ടിംഗ് പാക്കപ്പ് ആയതോടെ നിലവിൽ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ചിത്രം വിഷു സ്പെഷ്യലായി ഏപ്രിൽ 9 തിയേറ്ററുകളിലേക്ക് എത്തും. മാരി സംവിധാനം ചെയ്ത് നവീൻ പോളിഷെട്ടി, മീനാക്ഷി ചൗധരി എന്നിവരൊക്കെ പ്രധാന റോളിലെത്തിയ ഏറ്റവും പുതിയ തെലുഗു സിനിമയാണല്ലോ അനഗനാഗോക്ക രാജു. സംക്രാന്തി റിലീസായി തിയേറ്ററുകളിലേക്ക് എത്തി ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടിയെത്ത സിനിമ അങ്ങനെ OTT റിലീസിന് ഒരുങ്ങുകയാണ്. നെറ്റ്ഫ്ലിക്സ് ആണ് സിനിമയുടെ OTT അവകാശങ്ങൾ സ്വന്തമാക്കിയിട്ടുള്ളത്. ചിത്രം അടുത്ത ആഴ്ച ഫെബ്രുവരി 11 നെറ്റ്ഫ്ലിക്സ് വഴി തമിഴ്, തെലുഗു, കന്നഡ, മലയാളം ഭാഷകളിൽ OTT റിലീസ് ചെയ്യുന്നുണ്ട്. ജോൺ പോൾ ജോർജ് സംവിധാനം ചെയ്ത് ഇന്ദ്രൻസ് നായകനായി ഇന്നലെ തിയേറ്ററുകളിലേക്ക് എത്തിയ ഏറ്റവും പുതിയ മലയാളം സിനിമയാണല്ലോ ആശാൻ. ഇപ്പോഴത്തെ ചിത്രത്തിന്റെ ആദ്യ ദിവസത്തെ കളക്ഷൻ റിപ്പോർട്ടെല്ലാം തന്നെ പുറത്തു വന്നിരിക്കുകയാണ്. തിയേറ്ററിൽ നിന്നും എവോ ആവറേജ് ഡീസന്റ് അഭിപ്രായങ്ങൾ നേടിയെത്ത സിനിമ ആദ്യ ദിനം കേരള ബോക്സ് ഓഫീസിൽ നിന്നും 35 ലക്ഷം രൂപയാണ് ഗ്രോസ് കളക്ഷനായി നേടിയിരിക്കുന്നത്. രണ്ടാം ദിനമായ ഇന്നും ചിത്രത്തിന് വലിയൊരു ബുക്കിംഗ് നേടാൻ കഴിഞ്ഞിട്ടില്ല. കാത്തിരിക്കാം സിനിമയുടെ ഫൈനൽ വേർഡിക്റ്റ് അറിയാനായി. യോഗി ബാബു, ശ്രുതി ഡങ്കെ, മഹിമ എന്നിവരൊക്കെ കേന്ദ്ര കഥാപാത്രമായി കഴിഞ്ഞ വർഷം ഡിസംബർ മാസം തിയേറ്ററുകളിലേക്ക് എത്തിയ തമിഴ് സിനിമയാണല്ലോ മഹാസേന. തിയേറ്ററിൽ പരാജയപ്പെട്ട സിനിമ അങ്ങനെ ഇപ്പോൾ OTT റിലീസ് ചെയ്തിരിക്കുകയാണ്. ആമസോൺ പ്രൈം വീഡിയോസ് വഴി ചിത്രം തമിഴ്, തെലുഗു ഭാഷയിൽ സർപ്രൈസായി OTT റിലീസ് ചെയ്തിട്ടുണ്ട്. വിജയ് ബാബു നിർമ്മിച്ച് മിഥുൻ മാനുവൽ തോമസിന്റെ തിരക്കഥയിൽ ജയസൂര്യ നായകനായി വരാനിരിക്കുന്ന ഏറ്റവും പുതിയ മലയാളം സിനിമയാണ് ആട് 3. സിനിമയുടെ വമ്പൻ അപ്ഡേറ്റ് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ദുരന്തർ 2, ടോക്സിക് എന്നീ സിനിമകളോടൊപ്പം മാർച്ച് 19 ക്ലാഷ് റിലീസായിട്ടാണ് ചിത്രം തിയേറ്ററുകളിലേക്ക് എത്തുന്നത്. എന്നാൽ സിനിമയുടെ റിലീസ് പോസ്റ്റ്പോൺ ചെയ്യാനായി ഒരുങ്ങുന്നു എന്ന വാർത്തയോട് പ്രതികരിച്ചിരിക്കുകയാണ് വിജയ് ബാബു ഇപ്പോൾ. ചിത്രത്തിന്റെ റിലീസ് ഡേറ്റിൽ മാറ്റമൊന്നുമില്ല. മാർച്ച് 19 തന്നെ ആട് 3 ലോകമെമ്പാടുമായി തിയേറ്ററുകളിലേക്ക് എത്തുമെന്ന് വിജയ് ബാബു ഇപ്പോൾ കൺഫേം ചെയ്തിട്ടുണ്ട്. പാസ്റ്റ്, പ്രസന്റ്, ഫ്യൂച്ചർ എന്നിങ്ങനെ 3 കാലഘട്ടത്തെ കഥയുമായിട്ടാണ് ചിത്രം തിയേറ്ററുകളിലേക്ക് എത്തുന്നത്. അതിനിടയിൽ ഷാജി പാപ്പന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ നാളെ മൂവി ടീം പുറത്തുവിടുമെന്നാണ് നമുക്കിപ്പോൾ അറിയാൻ കഴിയുന്നത്. ഉല്ലാസ് ചെമ്പൻ സംവിധാനം ചെയ്ത് ചെമ്പൻ വിനോദ് തിരക്കഥയൊരുക്കി വരാനിരിക്കുന്ന മാസ് ആക്ഷൻ ത്രില്ലർ മലയാളം സിനിമയാണ് ഡിസ്കോ. അർജുൻ അശോകൻ, ആന്റണി വർഗീസ്, ലുക്മാൻ, വിഷ്ണു ഉണ്ണികൃഷ്ണൻ, ശ്രീനാഥ് ബാസി എന്നിങ്ങനെ വലിയൊരു താരനിര തന്നെ ഈ സിനിമയിൽ അഭിനയിക്കുന്നുണ്ട്. ഇപ്പോഴത്തെ സിനിമയുടെ റിലീസ് അപ്ഡേറ്റ് എല്ലാം തന്നെ പുറത്തു വന്നിരിക്കുകയാണ്. ചെമ്പോസ്കി ഫിലിംസിന് വേണ്ടി ചെമ്പൻ വിനോദ് നിർമ്മിക്കുന്ന സിനിമ ഈ വരുന്ന ഫെബ്രുവരി മാസം 27 തിയേറ്ററുകളിലേക്ക് എത്തുമെന്നാണ് പുറത്തു വന്നിരിക്കുന്ന റിപ്പോർട്ട്. തമിഴ് ഇൻഡസ്ട്രിയിൽ നിന്നും സുധാ കൊങ്കര സംവിധാനം ചെയ്ത് ശിവകാർത്തികേയൻ, ശ്രീലീല എന്നിവരൊക്കെ കേന്ദ്ര കഥാപാത്രമായി എത്തിയ സിനിമയാണല്ലോ പരാശക്തി. തിയേറ്ററിൽ പരാജയപ്പെട്ട സിനിമ ഇപ്പോൾ OTT റിലീസ് പ്ലാൻ ചെയ്തിരിക്കുകയാണ്. C5 ഇന്ത്യ നേരത്തെ തന്നെ OTT അവകാശങ്ങൾ സ്വന്തമാക്കിയ സിനിമ നാളെ അർദ്ധരാത്രി 12 മണിക്ക് ഫെബ്രുവരി 7 ചിത്രം C5 വഴി OTT റിലീസ് ചെയ്യും. ഭാവന റഹ്മാൻ കോംബോയിൽ റിയാസ് മാരത്ത് സംവിധാനം ചെയ്ത് ഇന്നലെ തിയേറ്ററുകളിലേക്ക് എത്തിയ ആക്ഷൻ ത്രില്ലർ മലയാളം സിനിമയാണല്ലോ അനോമി. ചിത്രത്തിന്റെ ആദ്യ അഭിപ്രായങ്ങളെല്ലാം തന്നെ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. തിയേറ്ററിൽ നിന്നും അനോമിക്ക് ആദ്യ ദിവസം തന്നെ പോസിറ്റീവ് റെസ്പോൺസ് നേടിയെടുക്കാൻ കഴിഞ്ഞു എന്നൊരു റിപ്പോർട്ടാണ് പുറത്തു വന്നിട്ടുള്ളത്. ഒരു സ്ലോ പേസിൽ കഥ പറഞ്ഞു പോകുന്ന സിനിമയുടെ ആദ്യ പകുതിക്ക് ഓക്കെ ഫീൽ ആയിരുന്നെങ്കിൽ രണ്ടാം പകുതി ചിത്രത്തെ വേറെ ലെവലിലേക്ക് കൊണ്ടുപോയി എന്നൊരു അഭിപ്രായമാണ് നിരൂപകരിൽ നിന്നും പ്രേക്ഷകരിൽ നിന്നും വന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും കാത്തിരിക്കാം ചിത്രത്തിന്റെ ആദ്യ ദിന കളക്ഷൻ റിപ്പോർട്ട് അറിയാനായി.
ജി പ്രജിത്ത് സംവിധാനം ചെയ്ത് ജൂഡ് ആന്റണിയുടെ തിരക്കഥയിൽ ജയറാം, കാളിദാസ് ജയറാം, ആശ ശരത് എന്നിവരൊക്കെ കേന്ദ്ര കഥാപാത്രമായി ഇന്ന് തിയേറ്ററുകളിലേക്ക് എത്തിയ മറ്റൊരു മലയാളം സിനിമയാണല്ലോ ആശകളായിരം. ചിത്രത്തിന്റെ ആദ്യ അഭിപ്രായങ്ങൾ പുറത്തു വരുമ്പോൾ എബോ ആവറേജ് ഡീസന്റ് അഭിപ്രായങ്ങളാണ് ചിത്രത്തിന് ആദ്യ ദിനം തന്നെ തിയേറ്ററിൽ നിന്നും നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഒരു പക്ക ഫാമിലി എന്റർടൈനർ സിനിമയായിട്ടാണ് പ്രജിത്ത് ഈ സിനിമ ഒരുക്കിയിട്ടുള്ളത്. നിങ്ങൾ ഈ സിനിമ കണ്ടിട്ടുള്ളവരാണെങ്കിൽ അഭിപ്രായം താഴെയൊന്ന് കമന്റ് ചെയ്യൂ. ചിരഞ്ജീവി, നയൻതാര എന്നിവരൊക്കെ പ്രധാന റോളിലെത്തി തെലുഗു ഇൻഡസ്ട്രിയിൽ നിന്നും അനിൽ രവിയപ്പടി സംവിധാനം ചെയ്ത് സംക്രാന്തി റിലീസായി തിയേറ്ററുകളിലേക്ക് എത്തി പോസിറ്റീവ് റെസ്പോൺസ് നേടിയെടുത്ത സിനിമയാണല്ലോ മനഃശങ്കര വരപ്രസാദ് ഗുരു. ഇപ്പോഴത്തെ സിനിമയുടെ ഒഫീഷ്യൽ OTT റിലീസ് തീയതി പ്രഖ്യാപനം പുറത്തു വന്നിരിക്കുകയാണ്. C5 ഇന്ത്യ ഒഫീഷ്യലായി OTT അവകാശങ്ങൾ സ്വന്തമാക്കിയ സിനിമ തമിഴ്, തെലുഗു, കന്നഡ, മലയാളം, ഹിന്ദി, മറാത്തി, ബംഗാളി എന്നിങ്ങനെ പാൻ ഇന്ത്യൻ ഭാഷകളിൽ ചിത്രം ഫെബ്രുവരി 11 C5 വഴി സ്ട്രീം ചെയ്യും. മോളിവുഡിലെ ഇൻഡസ്ട്രി ഹിറ്റ് മലയാളം സിനിമയാണല്ലോ ലോക. ഇനി എല്ലാവരും കാത്തിരിക്കുന്നത് ചിത്രത്തിന്റെ രണ്ടാം ഭാഗമായ ലോക 2 എന്ന സിനിമയ്ക്കായാണ്. ഇപ്പോഴത്തെ സിനിമയുടെ രണ്ടാം ഭാഗത്തിന്റെ ഷൂട്ടിംഗ് അപ്ഡേറ്റ് പുറത്തു വന്നിരിക്കുകയാണ്. ഈ വർഷം അവസാനത്തോടെ സിനിമയുടെ ഷൂട്ടിംഗ് തുടങ്ങുമെന്ന് സംവിധായകൻ തന്നെ ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട്. ചാത്തന്റെ കഥയുമായി എത്തുന്ന ലോക 2-ൽ ടൊവിനോ, കല്യാണി പ്രിയദർശൻ, ദുൽഖർ സൽമാൻ എന്നിങ്ങനെ വമ്പൻ താരങ്ങളാണ് അണിനിരക്കുന്നത്. കാത്തിരിക്കാം ചിത്രത്തിന്റെ കൂടുതൽ അപ്ഡേറ്റ്സ് അറിയാനായി. മാതൃ തെലുഗു ഇൻഡസ്ട്രിയിൽ നിന്നും നേരത്തെ തിയേറ്ററുകളിലേക്ക് എത്തിയ ഡ്രാമ ത്രില്ലർ തെലുഗു സിനിമയാണ്. അലി, ആംനി എന്നിവർക്ക് കേന്ദ്ര കഥാപാത്രമായി എത്തുന്ന സിനിമ ഇപ്പോൾ ലയൺസ് ഗേറ്റ് OTT പ്ലാറ്റ്ഫോം വഴി OTT റിലീസ് ചെയ്തിട്ടുണ്ട്. വിഘ്നേഷ് ശിവൻ സംവിധാനം ചെയ്ത് ആനന്ദരാജ്, കൃതി ഷെട്ടി, ഗൗരി ജി കിഷൻ, SJ സൂര്യ എന്നിവരൊക്കെ പ്രധാന റോളിലെത്തി വരാനിരിക്കുന്ന ഏറ്റവും പുതിയ സിനിമയാണല്ലോ ലവ് ഇൻഷുറൻസ് കമ്പനി. ഇപ്പോഴത്തെ സിനിമയുടെ റിലീസ് വീണ്ടും പോസ്റ്റ്പോൺ ചെയ്തിരിക്കുകയാണ്. റൊമാൻറ്റിക് കോമഡി ഡ്രാമ സിനിമ അടുത്ത ആഴ്ച വാലന്റൈൻസ് ഡേ സ്പെഷ്യലായി തിയേറ്ററുകളിലേക്ക് എത്തുമെന്നായിരുന്നു നേരത്തെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നത്. ഇപ്പോഴത്തെ ചിത്രത്തിന്റെ റിലീസ് പോസ്റ്റ്പോൺ ചെയ്ത് മാർച്ച് ഫസ്റ്റ് വീക്കിലേക്ക് സിനിമയുടെ തിയേറ്റർ റിലീസ് മാറ്റിയിരിക്കുകയാണ്. ചില ടെക്നിക്കൽ എറേഴ്സ് ആണ് സിനിമയുടെ റിലീസ് പോസ്റ്റ്പോൺ ചെയ്യാൻ കാരണമായിട്ടുള്ളത്. പ്രഭാസ് നായകനായി ജനുവരി ആദ്യം തിയേറ്ററുകളിലേക്ക് എത്തി വൻ ദുരന്തമായി മാറിയ മാരുതി സിനിമയാണ് രാജാ സാബ്. ആക്ഷൻ അഡ്വഞ്ചർ ഡ്രാമ ജോണറിൽ തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമയുടെ OTT അവകാശങ്ങൾ നേരത്തെ തന്നെ ജിയോ ഹോട്ട്സ്റ്റാർ സ്വന്തമാക്കിയിരുന്നു. ഇപ്പോഴത്തെ ചിത്രം ജിയോ ഹോട്ട്സ്റ്റാർ വഴി സ്ട്രീമിംഗ് ആരംഭിച്ചിട്ടുണ്ട്. മലയാളം, തമിഴ്, തെലുഗു, കന്നഡ ഭാഷകളിലാണ് ഈ സിനിമ നമുക്കിപ്പോൾ അവൈലബിൾ ആയിരിക്കുന്നത്. വിനോദ് സംവിധാനം ചെയ്ത് ദളപതി വിജയ് നായകനായി വരാനിരിക്കുന്ന മോസ്റ്റ് വെയിറ്റഡ് പാൻ ഇന്ത്യൻ തമിഴ് സിനിമയാണല്ലോ ജനനായകൻ. കഴിഞ്ഞ പൊങ്കൽ റിലീസ് പ്ലാൻ ചെയ്ത സിനിമ പിന്നീട് സെൻസർ ഇഷ്യൂ കാരണം ചിത്രത്തിന്റെ തിയേറ്റർ റിലീസ് മാറ്റിവെക്കുകയായിരുന്നു. ഇപ്പോഴത്തെ ജനനായകൻ സിനിമയുടെ ഒഫീഷ്യൽ റിലീസ് തീയതി പ്രഖ്യാപനം പുറത്തു വന്നിരിക്കുകയാണ്. നേരത്തെ 3 മണിക്കൂർ ഉണ്ടായിരുന്ന സിനിമ 2 മണിക്കൂർ 40 മിനിറ്റായി കട്ട് ചെയ്ത് ചിത്രത്തിന്റെ പുതിയ വേർഷൻ തിയേറ്റർ റിലീസിന് റെഡിയായി കഴിഞ്ഞിരിക്കുന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. നിലവിൽ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഫെബ്രുവരി 20 വെള്ളിയാഴ്ച ചിത്രം തിയേറ്ററുകളിലേക്ക് എത്തും. അതുപോലെ വിദേശ രാജ്യത്ത് ചിത്രത്തിന്റെ വിതരണക്കാർ റിലീസ് തീയതി ലോക്ക് ചെയ്തെന്നും റിപ്പോർട്ടിൽ പറയുന്നു. അപ്പോൾ എന്തായാലും ജനനായകൻ റിലീസിനായി കാത്തിരിക്കുന്ന ആരാധകർക്ക് സന്തോഷ വാർത്ത തന്നെയാണിത്. ഉണ്ണി മുകുന്ദൻ, അപർണ ബാലമുരളി കോംബോയിൽ കഴിഞ്ഞ വർഷം ഡിസംബർ മാസം തിയേറ്ററുകളിലേക്ക് എത്തിയ മലയാളം സിനിമയാണല്ലോ മിണ്ടിയും പറഞ്ഞു. അരുൺ ബോസ് സംവിധാനം ചെയ്ത ഡ്രാമ റൊമാൻറ്റിക് ജോണറിൽ പുറത്തിറങ്ങിയ സിനിമ അങ്ങനെ കാത്തിരിപ്പിനൊടുവിൽ OTT റിലീസ് ചെയ്തിരിക്കുകയാണ്. സൺനെക്സ്റ്റ് ആണ് OTT പ്ലാറ്റ്ഫോം. ഏറ്റവും അവസാനത്തെ അപ്ഡേറ്റ് നീലക്കാമ്പോയിൽ നൈറ്റ് റൈഡേഴ്സ് എന്ന സിനിമയെക്കുറിച്ചാണ്. മാത്യു തോമസ്, മീനാക്ഷി എന്നിവരൊക്കെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി നൗഫൽ അബ്ദുള്ള സംവിധാനം ചെയ്ത് കഴിഞ്ഞ വർഷം തിയേറ്ററുകളിലേക്ക് എത്തിയ മലയാളം സിനിമയാണല്ലോ നീലക്കാമ്പോയിൽ നൈറ്റ് റൈഡേഴ്സ്. തിയേറ്ററിൽ നിന്നും വലിയൊരു വിജയം നേടാതെ പോയ സിനിമയുടെ OTT അവകാശങ്ങൾ സ്വന്തമാക്കിയിരിക്കുന്നത് C5 ആണ്. അങ്ങനെ കാത്തിരിപ്പിനൊടുവിൽ ഇപ്പോൾ ചിത്രം C5 സ്ട്രീമിംഗ് ആരംഭിച്ചിട്ടുണ്ട്.